T1 ആലുവ ന്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ട് കുട്ടമശ്ശേരി വൻ പ്രതിഷേധം. ജലജീവൻ പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ ആവശ്യപ്പെട്ട് ആലുവ താലൂക്ക് പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം. പ്രതിഷേധ യോഗത്തിൽ നിരവധി സാംസ്കാരിക വ്യക്തിത്വങ്ങൾ സംസാരിച്ചു. വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിനോദ് ചാക്യാർ. എന്താണ് പരിപാടി? ഇവിടെ ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ രണ്ട് സൈഡുകളിലും പൈപ്പിടൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടു. കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയതാണ്. ഫെബ്രുവരിയിൽ ഈ വർക്ക് തീർത്ത് PWDക്ക് കൈമാറി BMBC അടിസ്ഥാനത്തിൽ ടാർ ചെയ്യണമെന്നായിരുന്നു PWD അധികാരികൾ പറഞ്ഞിരുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടർ വർക്ക് തീർത്തു കൊടുക്കുവാനോ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി ശ്രമം നടത്തുവാനോ തയ്യാറായിട്ടില്ല. എന്താണ് ഇങ്ങനെ കിടക്കുന്നതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ടിരിക്കുന്ന റോഡുകൾ ഈ അനാസ്ഥ പൗരാവകാശ സംരക്ഷണ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടമശ്ശേരി കീഴ്മാട് പ്രദേശത്തെ നാട്ടുകാരും പറയാതിരിക്കാൻ വയ്യാട്ടോ. ആലുവ താലൂക്ക് പൗരാവകാശ സമിതി ഏതൊരു സമരമുറകളിൽ ചെന്നാലും അത് വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ആലുവ പെരുമ്പാവൂര് റൂട്ടില് പകലമറ്റം വരെ വളരെ മോശകരമായിട്ട് കിടക്കുന്ന റോഡ് വെള്ളത്തിനോടനുബന്ധിച്ചല്ലേ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പദ്ധതിയോടനുബന്ധിക്ക് വേണ്ടിയിട്ട് അവിടെയും പൊളിക്കും. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് മണ്ണ് മാന്തി ജനങ്ങൾക്ക് അസൗകര്യമാക്കുന്ന രീതിയിലാണ് ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇന്ന് മൂടിക്കഴിഞ്ഞാൽ നാളെ മാന്തും. എന്താണ് വേറെ പറയാനുള്ളത്? 6 മാസം കാരണം ഇവിടെ അതിനുശേഷം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. 6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സമരം നടത്തിയിട്ടുണ്ടോ? ഇല്ല, അന്ന് മുതലാണ് ഈ റോഡ് ഇങ്ങനെ രണ്ട് സൈഡ് സമരം നടത്തിയിട്ടുണ്ടോ? ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ റോഡ് എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അന്നാണ് പിന്നെ ഈ റോഡ് കുറച്ചെങ്കിലും വന്ന് അവർ പാച്ച് വർക്കുകൾക്ക് നന്നാക്കിയിട്ട് പോയത്. അതിന്റെ തൊട്ട് പുറകെ തന്നെ ഈ റോഡിന്റെ ഇരു സൈഡിലും ഇതുപോലെ കുഴിച്ച് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇത് വളരെ അപകടകരമായ രൂപത്തിൽ കിടക്കാണ്. ഡ്രൈവേഴ്സ് കടക്കാര് ഇതിനെതിരെ പ്രതികരിക്കാത്ത എന്താണ് കാരണം? അവരും പ്രതികരിക്കുന്നുണ്ട്. അവർ വരുന്നുണ്ട്. അവരും ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഞങ്ങളുടെ കൂടെ എപ്പോഴും അവരും ഉണ്ട്. പക്ഷെ എങ്കിലും എല്ലാ സമയത്തും അവർക്ക് വരാൻ കഴിയുന്ന ഓഫീസിൽ പോവാനും. ഇനിയും പ്രതിഷേധം തുടരും. എന്താ ബേബി എന്താ പറയാ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 മാസത്തോളമായി നമ്മുടെ ഈ റോഡ് രണ്ട് സൈഡ് മുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഈ PWDയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതിപ്പോ ഞങ്ങള് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും തന്നെ അതെല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇലക്ഷൻ പ്രോട്ടോകോൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊരു മുന്നറിയിപ്പ് സൂചന സമരം എന്ന നിലയിൽ ഞങ്ങൾ ഒതുങ്ങിയത്. പക്ഷേ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റെടുത്തേക്കുന്ന സമരങ്ങളൊന്നും തന്നെ വിജയിക്കാതിരുന്നിട്ടില്ല. നാട്ടുകാരുടെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഈ ഒരാഴ്ച സമയം വാട്ടർ അതോറിറ്റിക്ക് ഞങ്ങൾ കൊടുക്കും. ഇനി അതിന് എന്ത് നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. ഇനി ഇത് പൂർത്തീകരിക്കണവരെ നിങ്ങൾ സമരം തുടരും? തീർച്ചയായിട്ടും ഉറപ്പാണല്ലേ? തുടർ സമരം ഞങ്ങൾ ഇവിടെ ഒരു സൂചനാ സമരം പ്രതിഷേധം ധർണ കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിട്ടാണ് ഞങ്ങൾ ഇത് പിരിയുള്ളൂ. അപ്പോൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഉടൻ തന്നെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് അവർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് പൗരാവകാശ സംരക്ഷണ സമിതി ഇവിടുത്തെ നാട്ടുകാരും ജനകീയ സംഘടനകളും അതിന്റെ പിന്തുണയോട് കൂടിയിട്ട് രംഗത്തേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പൊരുവയിലെത്ത് ഞങ്ങൾ ഈ വേനൽ ചൂടി പൊരുവയിലെത്ത് ഞങ്ങൾ തുടരുന്ന ഈ സമരം കൃത്യമായ താക്കീതാണ് വാട്ടർ അതോറിറ്റിക്കും PWDക്കും നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷമായി BMBC ടാറിങ്ങിൽ ഈ ആലുവ മൂന്നാർ റോഡ് കാത്തിരിപ്പ് തുടരുന്നത്. അപ്പോഴും ഇപ്പോഴും പല മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഈ പിന്തിരിപ്പൻ നിലപാട്. സാങ്കേതിക തടസ്സങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. കരാറിന്റെ പ്രശ്നങ്ങൾ, മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട. വരുന്ന മഴയ്ക്ക് മുമ്പ് ടാറിങ് ഇവിടെ BMBC നിലവാരത്തിൽ കിട്ടിയിരിക്കണം. അത് നമ്മുടെ അവകാശമാണ്. അതിനുള്ളൊരു താക്കീത് സൂചന സമരം മാത്രമാണിത്. വരുന്ന 2 ആഴ്ചക്കാലമാണ് നമ്മൾ കൊടുക്കുന്ന സമയം. ആ സമയത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ആലുവ മൂന്നാർ റോഡ്
സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ സമരം മാറുമെന്ന കാര്യം ഞങ്ങളിവിടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ രീതിയിൽ കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വരുമെന്ന അറിയിപ്പ് ഇവിടെ നൽകുന്നു. പരിപാടി ഇത്രയും വിജയിപ്പിച്ച നാട്ടുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. Audio Jungle.